ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ എ ഫ്രണ്ട്സ് പ്രെയർ എന്ന് പറയുന്ന ലെസണാണ്. ഇതൊരു പോമാണ്. വളരെ മനോഹരമായ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു പോം. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ലെസണിലേക്ക് പോവാം. എ ഫ്രണ്ട്സ് പ്രെയർ, ഒരു സുഹൃത്തിൻ്റെ പ്രാർത്ഥന. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മൾ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഐ വിഷ് മൈ ഫ്രണ്ട് ബ്രിങ് ഇഡ്ഡലി ഇൻ ഹെർ ടിഫിൻ ടുമോറോ. നാളെ ടിഫിനിൽ എൻ്റെ ഫ്രണ്ട് ഇഡ്ഡലി കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് മൈ ഫ്രണ്ട് ആൻഡ് ഐ വിൻ ദ റേസ് ടുമോറോ. നാളെ ഞാനും എൻ്റെ ഫ്രണ്ടും ഓട്ട മത്സരത്തിൽ ഫസ്റ്റായിട്ട് മാറണം, അതായത് ജയിക്കണം. ആൻഡ് മേ മൈ ഫ്രണ്ട് ഗെറ്റ് വെൽ സൂൺ. എൻ്റെ സുഹൃത്ത് വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിച്ച് ഓഫ് ദ 3 sentences ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ പ്രെയർ? ഇതിൽ ഈ 3 സെൻറ്റൻസിലും എന്തായിരിക്കും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്? നാളെ ഫ്രണ്ട് ഇഡ്ഡലി കൊണ്ടുവരണമെന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടും ഞാനും റേസിൽ വിൻ ചെയ്യണമെന്ന് പറയുന്നതാണോ, എൻ്റെ ഫ്രണ്ട് സുഖം പ്രാപിക്കണമെന്ന് പറയുന്നതാണോ? തീർച്ചയായിട്ടും നമുക്കറിയാം മേ മൈ ഫ്രണ്ട് ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുന്നതാണ് പ്രെയർ, അല്ലേ? നമ്മുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അത് പെട്ടെന്ന് റിക്കവർ ആകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. What would you pray for your friend? First speak about it and then write it down. അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ ഇതുപോലെ അസുഖം മാറാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലപ്പം വേറെ എന്തിനെങ്കിലും അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഒരു കോമ്പറ്റീഷന് പോകുന്നു, ആ ഫ്രണ്ടിന് മറ്റുള്ളവരെക്കാളിലൊക്കെ സ്കോർ ചെയ്യാൻ, കൂടുതൽ മാർക്ക് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള പ്രെയർ നമുക്ക് ഉണ്ടാവും. ഇതിനകത്തിലെ ആദ്യം പറഞ്ഞിരിക്കുന്നത് മേ മൈ ഫ്രണ്ട് ഗെറ്റ് വെൽ സൂൺ ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ പ്രെയർ ബിക്കോസ് ഇറ്റ് എക്സ്പ്രസ് എ സിൻസിയർ ആൻഡ് ഹേർട്ട്ഫുൾ വിഷ് ടു സംവൺ റിക്കവർ ഇൻ ഓഫ് വെൽ ബീയിങ്. സുഖം പ്രാപിക്കാനുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് എന്താ പറയുന്നത്? വാട്ട് വുഡ് യു പ്രേ ഫോർ യുവർ ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത്? മേ മൈ ഫ്രണ്ട് ഫൈൻഡ് പീസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ എവരി മൊമെൻറ്റ്. അതായത് എല്ലാ നിമിഷത്തിലും എൻ്റെ ഫ്രണ്ടിന് എന്ത് വേണം? സന്തോഷവും സമാധാനവും. മേ ദേ ഓവർകം എനി ചാലഞ്ചസ് ദേ ഫേസ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് കറേജ്. ഫ്രണ്ടിന് എന്തൊരു പ്രശ്നം വന്നാലും അതിൽ നിന്ന് കരകയറാനുള്ള സ്ട്രെങ്ത്, ബലവും ധൈര്യവും കൊടുക്കണേ. മേ ഗുഡ് ഹെൽത്ത് ആൻഡ് ജോയ് സറൗണ്ട് ദം ഓൾവേസ്. എപ്പോഴും ചുറ്റുമുള്ള ആൾക്കാർക്ക് എപ്പോഴും നന്മ അല്ലെങ്കിൽ നല്ല ആരോഗ്യവും സന്തോഷവും നൽകണേ. ആൻഡ് മേ ദേ അച്ചീവ് ഓൾ ദിയർ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവരുടെ എല്ലാ ഡ്രീംസും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണം അല്ലെങ്കിൽ നേടണം. ഇതൊക്കെയായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഇതിൽ നിങ്ങൾ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് പ്രാർത്ഥനയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പോത്തിലേക്ക് പോവാണേ. ലെറ്റ് us read. മേ മൈ ഫ്രണ്ട്ഷിപ്പ് ഓൾവേസ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു മീ. മേ മൈ ഫ്രണ്ട്ഷിപ്പ് ഓൾവേസ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു മീ. നോക്കി, ഇതൊരു പ്രെയറാണ്. മേ മൈ ഫ്രണ്ട്ഷിപ്പ് ഓൾവേസ് ബി, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇങ്ങനെയാകണേ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു മീ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണേ. അതൊരു പ്രാർത്ഥനയല്ലേ ദൈവത്തിനോട് നമ്മൾ പറയുന്നത്? ഏറ്റവും നല്ല എൻ്റെ ചിന്തയെന്ന് പറയുന്നത്, അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണേ. വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ് ഐ ഫീൽ ഐ എം ബ്ലസ്ഡ്, സോ ലെറ്റ് മീ ഗിവ് മൈ വെരി ബെസ്റ്റ്. വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട്സ് ഐ ഫീൽ ഐ എം ബ്ലസ്ഡ്. എനിക്ക് ഒത്തിരി നല്ല സ്പെഷ്യൽ ഫ്രണ്ട്സ് ഉണ്ട്. ബ്ലസ്ഡ് മീൻസ് അനുഗ്രഹിച്ചു. എനിക്ക് നല്ല ഫ്രണ്ട്സിനെ തന്ന് അനുഗ്രഹിച്ചു. സോ ലെറ്റ് മീ ഗിവ് മൈ വെരി ബെസ്റ്റ്. എനിക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ തന്നെ കിട്ടണേ. ഐ വാണ്ട് ടു ഡു മച്ച് മോർ ദാൻ ഷെയർ ദ ഹോപ്സ് ആൻഡ് പ്ലാൻസ് ഓഫ് ഫ്രണ്ട്സ് ഹൂ കെയർ.
അടുത്ത എന്താ പറയുന്നത്, ഐ വാണ്ട് ടു ഡു മച്ച് മോർ ദാൻ ഷെയർ. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെപ്പോഴും പറയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, പെൻസിൽ ഷെയർ ചെയ്യണം, പേന ഷെയർ ചെയ്യണം, ഫുഡ് ഷെയർ ചെയ്യണം അല്ലേ. അപ്പോൾ സാധാരണ ഒരു ഷെയറിങ്ങിനെക്കാട്ടി മുകളിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. എന്താണ് ദ ഹോപ്സ് ആൻഡ് പ്ലാൻസ് ഓഫ് ഫ്രണ്ട്സ് ഹൂ കെയർസ്. എന്നെ കെയർ ചെയ്യുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന, അല്ലെ എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, അല്ലെ എന്നെ അധികം സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് എന്ത് കൊടുക്കാൻ പറ്റണമെന്ന്, വെറും ഒരു ഷെയറിങ് അല്ല, കൂടുതൽ കെയറിങ് കൊടുക്കാൻ പറ്റണേ, കൂടുതൽ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റണേ, അവരെ നമ്മൾ കുറച്ചുകൂടി കാര്യമായി കണക്കാക്കാൻ പറ്റണേ എന്നാണ് ആ കുട്ടി പ്രാർത്ഥിക്കുന്നത്. ഐ വിൽ ട്രൈ ഓൾ ദാറ്റ് എ ഫ്രണ്ട് ക്യാൻ ഡു ടു മേക്ക് ദെയർ വിഷസ് കം ട്രൂ. ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ഫ്രണ്ടിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. പിന്നെന്താണ്, ടു മേക്ക് ദെയർ വിഷസ് കം ട്രൂ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ സത്യമായി ഭവിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ടിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു സീ ടു റിയലൈസ് വാട്ട് ഫ്രണ്ട് ക്യാൻ മീ. എന്നെ നോക്കിയേ, ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു സീ, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കാണും. എന്താണ്, ടു റിയലൈസ് വാട്ട് ഫ്രണ്ട് ക്യാൻ ബി, ഒരു ഫ്രണ്ട് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് കാണും. എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു നല്ല ഫ്രണ്ട്, നമുക്കറിയാം ഒരു നല്ല ഫ്രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആൾക്ക് നല്ല ഫ്രണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളുടെ നല്ല ഫ്രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും. അല്ലാതെ ഒരാൾ മാത്രം അങ്ങോട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, അല്ലെ കെയർ ചെയ്യുന്നു, മറ്റേ ആൾ അങ്ങനെ അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അധികം നിൽക്കത്തില്ല അല്ലേ. അപ്പോൾ എൻ്റെ ഹൃദയം, അതായത് എനിക്ക് ഫീൽ ചെയ്യണേ, എനിക്ക് മറ്റേ ആളിൻ്റെ അല്ലെ ഏറ്റവും എൻ്റെ നല്ല ഫ്രണ്ടിൻ്റെ എനിക്ക് ഫീൽ ചെയ്യണം, ആ സന്തോഷങ്ങൾ, ആ വിഷസൊക്കെ എനിക്ക് ഫീൽ ചെയ്യണേ, എനിക്ക് ഹൃദയം കൊണ്ടറിയണേ. ആൻഡ് മേക്ക് നോട്ട് ജഡ്ജ്മെൻറ്റ് ഫ്രം എഫാർ ബട്ട് ലവ് മൈ ഫ്രണ്ട് ദ വേ ദേ ആർ. വലിയ ജഡ്ജ്മെൻറ്റ്, അതായത് ഇപ്പം ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കും, ഒരു ധാരണയുണ്ടായിരിക്കും, അവരങ്ങനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അല്ലേ. ചില ഫ്രണ്ടിനോട് അവളത്ര ഫ്രണ്ട്ലി അല്ല, കുറച്ചുകൂടെയൊക്കെ ഇച്ചിരി കൂടെ ഫ്രണ്ട്ലി ആണ്, അങ്ങനെയൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് പലരെക്കുറിച്ചും വരാണ്. അങ്ങനെയൊന്നും അല്ലാതെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ നന്നായി സ്നേഹിക്കാൻ പറ്റണേ. അതായത് നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, നിരുപാധികമായി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം. അതായത് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ പിടിച്ച് അത് പറയാതെ, അവർക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പോലും അത് അതേപോലെ, അവർക്ക് ആ ഒരു കുഴപ്പമുണ്ട്, അവർ വലിയ പഠിത്തമില്ല, അധികം ബ്യൂട്ടിഫുൾ അല്ല, ഒത്തിരി എന്താ പറയുന്നത് ആക്റ്റീവ് അല്ല, എങ്കിൽ കൂടിയും അങ്ങനെയൊക്കെ ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിലും നമ്മൾ അവരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ കഴിയണേ. അതാണ് പ്രാർത്ഥന കേട്ടോ. ജിൽ വൂൾഫ് എന്നാണ് നമ്മുടെ പോയിറ്റിൻ്റെ പേര്. പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിൽ ബി വൂൾഫ് എന്നാണ് മൊത്തം പേര്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീഡ് ദ പോയം സൈലൻ്റ്ലി ആസ് യു റീഡ്. അണ്ടർലൈൻ ദ പാർട്ട് ഓഫ് ദ പോയം ദാറ്റ് യു എഗ്രി വിത്ത്. അതായത് നിങ്ങൾ പോയം വായിക്കുക, അതിൽ ഏത് ലൈനാണ് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നത്. നൗ ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ പോയം ഇൻ ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ യു ലൈക്ക് ദിസ്. പിന്നെ നിങ്ങൾ പറയേണ്ട ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയത്തിന് ആ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വിച്ച് ലൈൻ അണ്ടർലൈൻ മോസ്റ്റ് പീപ്പിൾ ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആർക്ക് ഏത് ലൈനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ലെസൻ്റെ ഒരു എന്താ പറയുന്നത് കോർ, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് ഇതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. ദീസ് ലൈൻസ്, അതായത് ഇപ്പം ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ഏത് ലൈൻ സെലക്ട് ചെയ്താലും ഇത് എഴുതാൻ പറ്റും. ദീസ് ലൈൻസ് എക്സ്പ്രസ് എ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ടു സപ്പോർട്ടിങ് ഫ്രണ്ട്സ് ഇൻ ഓൾ എൻഡേഴ്സ് അല്ലേ. അതായത് എൻ്റെ ഫ്രണ്ടിനെ അല്ലെ ഏതെങ്കിലും ഫ്രണ്ടിനെ അല്ലെ നമ്മുടെ ഫ്രണ്ടിനെ എന്ത് പ്രശ്നത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. റിഫ്ലക്റ്റിംഗ് എ സെൽഫ്ലെസ് ആൻഡ് പ്രോആക്റ്റീവ് അപ്രോച്ച് ടു ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ഐ ഡീപ്ലി വാല്യൂ. വളരെ 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 വില കൊടുത്ത് തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കാണണം. അതായത് സെൽഫ്ലെസ് ആയിരിക്കണം, സ്വാർത്ഥതയൊന്നുമില്ലാതെ മനോഹരമായ ഒരു അപ്രോച്ച് ആയിരിക്കണം. എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കണം എന്നാണ് ഈ ലൈനിൽ ഓരോന്നിലും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ലൈൻ എടുത്താലും നിങ്ങൾക്കിത് എഴുതാൻ പറ്റും. പിന്നെ നോക്കി,
ഇവിടെ നമുക്ക് ഒരു സമ്മറി ഓഫ് ദ പോം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ചില വേർഡ്സ് കറക്റ്റായിട്ടുള്ളത് നമ്മൾ റൗണ്ട് ചെയ്യണേ. നോക്കാം നമുക്ക്. The poet says a prayer for speech on friendship and friends. ഫ്രണ്ട്സിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും നടന്ന ഒരു സ്പീച്ചാണോ ഇത്? അല്ല. എന്താണ്? ഒരു പ്രെയറാണ്. ഷീ വാണ്ട്സ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ഓൾവേസ് ബി ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സ്കൂൾ ഡേയ്സ് ഓർ കംപ്ലീറ്റ് ലൈഫ്. സ്കൂൾ ഡേയ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലേ? അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഷീ സേസ് ദാറ്റ് ഹെർ ഫ്രണ്ട്ഷിപ്പ് ഫീൽ ബ്രേവ് ഓർ സ്പെഷ്യൽ. എന്താണ്? ഫ്രണ്ട്ഷിപ്പ് വളരെ സ്പെഷ്യൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഷീ വിഷസ് ടു ഡു ദ ബെസ്റ്റ് ഷീ ക്യാൻ ഫോർ ഹെർ ഫ്രണ്ട്സ്. ഷീ വാണ്ട് ടു ക്ലാപ്പ് ഓർ ലിസൺ ടു. അതായത് എന്തൊക്കെ എൻ്റെ ഫ്രണ്ടിന് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം എനിക്ക് ചെയ്യണം എന്നാണ്. ക്ലാപ്പ് ഫോർ അല്ല കേട്ടോ, ലിസൺ ടു ക്ലാപ്പ് ഫോർ അല്ലേ. ദെൻ wishes to a friend. As a good friend, she prays or imagines that she is able to make her friends imagine. ഫ്രണ്ട്സ് വിഷസ് കം ട്രൂ. അവളുടെ ഫ്രണ്ടിൻ്റെ വിഷസ് ഒക്കെ സത്യമായി വരണേ എന്ന് അവൾ എന്താ പറയുന്നത്, ഇമാജിൻ ചെയ്യുന്നു. ഷീ വാണ്ട്സ് ഹെർ ഹാർട്ട് ഓർ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ട്രൂ ഫ്രണ്ട് എങ്ങനെ മനസ്സിലാക്കണമെന്ന്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞല്ലേ. ഷീ പ്രേസ് ദാറ്റ് ഷീ ലവ്സ് ഹെർ ഫ്രണ്ട് ആസ് ദേ ആർ. അതായത് അവരെങ്ങനെയാണോ അങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണേ എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ഷീ ടെൽസ് അസ് ദാറ്റ് ട്രൂ ഫ്രണ്ട്സ് ആക്സെപ്റ്റ് ദെയർ ഫ്രണ്ട് ഫോർ ദ ക്വാളിറ്റീസ്. അവിടെ ട്രൂ ഫ്രണ്ട് എന്നാണ്, കറക്റ്റ് ഫ്രണ്ടല്ല. ട്രൂ ഫ്രണ്ടിനെ യഥാർത്ഥത്തിലുള്ള ഫ്രണ്ടിനെ അവൻ്റെ ക്വാളിറ്റീസ് കൊണ്ട് അതേപോലെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണേ. അടുത്ത നോക്കിയേ, ആൻസർ വൺ വേർഡ്. ഹൗ ഡസ് ദ പോയറ്റ് ഫീൽ അബൌട്ട് സ്പെഷ്യൽ ഫ്രണ്ട്? സ്പെഷ്യൽ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഫീലിംഗ് എന്താ? ഹാപ്പി അല്ലേ, സന്തോഷമാണ് ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുന്നത്. വാട്ട് ഡസ് എ പോയറ്റ് യൂസ് റിയലൈസ് വാട്ട് ഫ്രണ്ട് ക്യാൻ ബി? ഒരു ഫ്രണ്ട് എങ്ങനെ അറിയണമെന്നാണ് നമ്മൾ അറിയുന്നത്? ഹൃദയത്തിലൂടെ, ഹാർട്ടിലൂടെ അല്ലേ. അടുത്ത എന്താ, ഇവിടെ ഒരു സെൻറ്റൻസ് പോമത്തിൻ്റെ സ്റ്റാൻസ് ആണ് കേട്ടോ. ഐ വാണ്ട് ടു ഡു മച്ച് മോർ ദാൻ ഷെയർ ദ ഹോപ്പ് ആൻഡ് ദ പ്ലാൻസ് ഓഫ് ഫ്രണ്ട്സ് ഹൂ കെയർസ്. ഐ വിൽ ട്രൈ ഓൾ ദാറ്റ് ഫ്രണ്ട്സ് ക്യാൻ ഡു ടു മേക്ക് ദെയർ വിഷസ് കം ട്രൂ. അതായത് ഷെയറിങ്ങിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്യാൻ പറ്റണം. പിന്നെന്താണ്, എന്നെ കെയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിന് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സത്യമായി തരണം, അല്ലെ ആ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആവണം. Complete the sentence with the most suitable option. These lines tell us that the speaker is, yes, very caring. And how will the speaker make her friends' wishes come true? എങ്ങനെ വിഷസ് ട്രൂ ആണെന്ന് പറയുന്നത്? ബൈ ട്രൈ ഹാർഡ്. വളരെ കഷ്ടപ്പെട്ട് ആ വിഷസ് ട്രൂ ആക്കണമെന്നാണ് പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്. മൈ ഫ്രണ്ട് വിൽ ഫീൽ ഡാഷ് ഇഫ് ദർ വിഷസ് കം ടു. ഹാപ്പി അല്ലേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, സന്തോഷമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാൽ. ലെറ്റ് മീ യൂസ് മൈ ഹാർട്ട് ടു സീ ടു റിയലൈസ് ദ ഫ്രണ്ട് ക്യാൻ ബി ആൻഡ് മേക്ക് നോ ജഡ്ജ്മെൻറ്റ് ഫ്രം എ ഫാർ ബട്ട് ലവ് മൈ ഫ്രണ്ട് ദ വേ ദേ ആർ. ഇനിയും പറയുന്നു, എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് ഹൃദയം കൊണ്ട് അറിയണം, ഒപ്പം തന്നെ ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ, ഒരു ധാരണയും കൂടാതെ, ഒരു എന്താ പറയുന്നത്, ഒരു ബാരിയറും ഇല്ലാതെ, ഒരു തടസ്സങ്ങളും ഇല്ലാതെ എൻ്റെ ഫ്രണ്ടിനെ അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവൻ്റെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും എനിക്ക് സ്നേഹിക്കാൻ കഴിയണേ. ദ സ്പീക്കർ സീസ് ദ ഫീലിംഗ് ദറ്റ് ഇമ്പോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫ്രണ്ട്ഷിപ്പ്. വിച്ച് ലൈൻ ടെൽസ് അസ് ദിസ്? എന്താ പറഞ്ഞേ, ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണ് പറയുന്നത്? ടു റിയലൈസ് വാട്ട് ഫ്രണ്ട്സ് ക്യാൻ ബി. നമ്മുടെ ഹൃദയം കൊണ്ട് അവരെ അറിയണമെന്ന് പറയുന്നതാണ്. The lines tells us the speaker is thoughtful. സ്പീക്കർ വളരെ തോട്ട്ഫുൾ ആണെന്ന് പറയുന്നു. ആൻഡ് സ്പീക്കർ ഡസ് നോട്ട് വിഷ് ടു മേക്ക് എനി ജഡ്ജ്മെൻറ്റ്. ഒരു ജഡ്ജ്മെൻറ്റും നടത്തരുതെന്നാണ് സ്പീക്കർ പറയുന്നത്. സ്പീക്കർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പോയറ്റാണ് കേട്ടോ. ഇനി ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗിവ് വൺ റീസൺ വൈ ദേ സേ ദിസ് പോയം ഈസ് എ പ്രെയർ. ഇതൊരു പ്രെയർ ആണെന്ന് പറയുന്നത് എന്താണ്? ദ പോയം എക്സ്പ്രസ് ഹാർട്ട് ഫെൽറ്റ് വിഷസ് ആൻഡ് ഡിസയേഴ്സ് റിലേറ്റഡ് ടു ഫ്രണ്ട്ഷിപ്പ്.
വിച്ച് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രെയർ. ഒരു പ്രെയർ പോലെയുള്ള ഹൃദയം തുറന്ന പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പ്രെയർ ആണെന്ന് പറയുന്നത്. വൈ ഡസ് ദ സ്പീക്കർ വാണ്ട് ടു ഡു മോർ ഫോർ ഹെർ ഫ്രണ്ട്? നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യണമെന്ന് സ്പീക്കർ പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം? ദ സ്പീക്കർ വാണ്ട് ടു ഗോ ബിയോണ്ട് മിയർ ഷെയറിങ് ആൻഡ് ആക്ടിവിറ്റി, ഫുൾഫിൽ ഹെർ ഫ്രണ്ട്സ് വിഷസ്, ബിക്കോസ് ഷി കെയർസ് ഡീപ്ലി അബൌട്ട് ഹെർ ഫ്രണ്ട്സ്. വെറുതെ ഒരു ഷെയറിങ് അല്ല, പിന്നെന്താണ്, അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്കുള്ളത്. ഡു യു തിങ്ക് ദ സ്പീക്കർ നോസ് അബൌട്ട് ദ വിഷസ് ഓഫ് ഹെർ ഫ്രണ്ട്? ഹൗ ക്യാൻ വി സേ? നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ പോയിട്ടിന് അറിയാമോ ഫ്രണ്ടിൻ്റെ വിഷസൊക്കെ? മേ ബി ദ സ്പീക്കർ മെൻഷൻ വാണ്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്ക് ഹെർ ഫ്രണ്ട്സ് വിഷസ് കം ട്രൂ, വിച്ച് ഇംപ്ലൈസ് ഷീ ഈസ് അവെയർ ഓഫ് ഹെർ ഫ്രണ്ട്സ് ഡിസയർ. നമുക്കും അറിയാമല്ലേ, നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയാറുണ്ടല്ലേ, നമുക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പോയിറ്റിന്, ഈ സ്പീക്കറിനും അറിയാൻ പറ്റും അല്ലേ. ഡു യു ഓൾസോ പ്രേ ഫോർ യുവർ ഫ്രണ്ട്? വാട്ട് ഡു യു വിഷ് ഫോർ? നിങ്ങൾ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എന്താണ്? യെസ്, ഐ ഡു പ്രേ ഫോർ മൈ ഫ്രണ്ട്. ഐ വിഷ് ഫോർ their happiness, good health, success in their endeavors and strength to overcome any challenges any face. എന്താണ്? നമ്മുടെ സന്തോഷം, ഗുഡ് ഹെൽത്ത്, പിന്നെ അവർ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലുള്ള സക്സസ്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ പോയം ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.